വി ആർ എൻ ലവ് യൂട്യൂബ് ചാനലിൽ കുറച്ച് ദിവസം മുമ്പ് അമലും ഭാര്യയും കൂടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ അമ്മയായിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കേസിൻ്റെ അപ്ഡേറ്റിനെ കുറിച്ച് പറയാനായിരുന്നു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറയുന്ന ഒരു കാര്യം, ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ അത്ര ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ല, പക്ഷേ ഇതിനെ ഇപ്പം അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളത് കൊണ്ടാണ് കുറേയധികം പേര് എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അമ്മയെ ഉപദ്രവിച്ചു, അതുപോലെ തന്നെ വെട്ടാനൊക്കെ ചെന്നു എന്നൊക്കെ കുറേയധികം പേര് തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. കുറേയധികം പേര് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് കേസ് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, അവരുടെ ഭാഗത്തു നിന്ന് കേസ് പിൻവലിക്കാനുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ വക്കീൽ ഞങ്ങളുടെ വക്കീലിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ ഒന്ന് ഒഴിവാക്കിക്കൂടെ എന്നുള്ളൊരു കാര്യം. ഇതിനെപ്പറ്റി വക്കീലിൻ്റെ അടുത്ത് അവരെ വക്കീലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതും കൊണ്ട് ഇനി മുമ്പോട്ട് പോകാൻ താല്പര്യമില്ല എന്നുള്ളൊരു കാര്യമൊക്കെ ഇത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമായി എന്നുള്ളൊരു കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്തായാലും സത്യം നിങ്ങൾ അറിയണം എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതും. കുറേ നാൾ ഇതിൻ്റെ പിറവെ നടന്നിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു നാണക്കേടൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ പിറവെ ഇങ്ങനെ നടക്കുമ്പോഴത്തേന്. എൻ്റെ നാട്ടുകാർ വരെ എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഒരു വ്യക്തി എന്ന പേരുള്ള ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഇതൊക്കെ കൊണ്ട് തന്നെ എന്നെ എല്ലാവരും ഒരു മോശക്കാരനായിട്ട് ചിത്രീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ളത് സത്യമാണ് എന്നറിയിക്കാൻ വേണ്ടിയാണ് എന്നുള്ളൊരു കാര്യം ആ ഒരു വീഡിയോയിൽ ഫുള്ളായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ വീഡിയോയിൽ പറഞ്ഞതിന് ശേഷം കമൻസിൽ കുറേയധികം പേര് പറയുന്നുണ്ടായിരുന്നു, ഇനി നിങ്ങൾ ഒന്നിക്കുമോ എന്നുള്ള രീതിയിൽ. കാരണം നിങ്ങളുടെ സ്വന്തം അമ്മയൊക്കെ അല്ലേ, അപ്പോൾ ഒന്നിക്കുമോ എന്നുള്ള രീതിയിൽ കുറേയധികം കമൻസൊക്കെ കാണാനിടയായിട്ടുണ്ട്. ചിലപ്പം ഭാവിയിൽ ഒന്നിക്കാതിരിക്കാം. പക്ഷെ എന്തായാലും ഇതുവരെ ലേറ്റസ്റ്റായിട്ട് അവർ കേസൊക്കെ ഒത്തുതീർപ്പാക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്.